ഹായ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നലത്തെ ഷിപ്പിന്റെ യാത്രയൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ വർക്ക് സ്റ്റാർട്ടായി. അപ്പൊ നമ്മൾ ഇന്ന് സ്പെയിനിലേക്കുള്ള യാത്രകളാണ്. ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് അജിത്തുണ്ട്. അജിത്തോനെ ഒരു ഹായ് കൊടുത്തോ. ഹായ്. അജിത്തോട്ടായിരുന്നു യാത്ര. അപ്പൊ ഞാൻ അജിത്തോടൊരു സ്പെയിൻ യാത്രയിലേക്ക് വിടുകയാണ്. അപ്പൊ നല്ല വെയിലാണ്. ജർമ്മനിയൊക്കെ കഴിഞ്ഞ് നെതർലാൻഡിൽ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജിത്താണ് കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ എന്റെ ഡ്രൈവിംഗ് കഴിഞ്ഞു. അപ്പൊ ഞാൻ അജിത്തിന് കൊടുത്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പയത്ത് ഞങ്ങളെ പോകുന്ന നമുക്ക് കൊണ്ട് വെയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അടിപൊളി പോകാം. മുടിയൊക്കെയാണ് സ്റ്റൈലാണ് ഇട്ടിരിക്കുന്നത്. മിലിറ്ററി സ്റ്റൈലാണ്. ഏതാണ് ഇത് പോകേണ്ടത്? മിലിറ്ററി ആണോ? അത് ശരി. എങ്ങനെയുണ്ട് നിന്റെ സ്പെയിൻ ട്രിപ്പൊക്കെ? നിന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തല്ല നമ്മളെ. അപ്പൊ നമുക്ക് നിന്റെ സ്പെയിൻ ട്രിപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയുകയും ചെയ്യാം. ഒന്ന് കറങ്ങാം. ഭാഗത്തേക്കാണ് ട്രിപ്പ്. ആണോ? ശരി. ഓക്കെ. എങ്ങനെയുണ്ട് അതിന്റെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ? അടിപൊളിയാണോ? ജോലിയൊക്കെ സുഖമായിട്ട് പോന്നാ? നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? 1.5 വർഷമായി. ഗുഡ്. 6 മാസം 2 വർഷത്തിൽ നാട്ടിൽ പോകാനുള്ള പരിപാടിയാ. കാശൊക്കെ ആയിപ്പോ അല്ലേ? കൊള്ളാം. നല്ല കാര്യം. അങ്ങനെ തന്നെ പോട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോട്ടെ. പുതിയ പിള്ളേർ വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സജഷൻ വല്ലതും കൊടുക്കാനുണ്ടോ? നിനക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനൊക്കെ പറ്റുമോ? എല്ലാവരും വരിക. നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വരിക, വന്ന് ജീവിതം നല്ല രീതിയിലാവുക, എൻജോയ് ചെയ്യുക. അതെ, മസ്റ്റായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോ എന്തെല്ലാം നമ്മൾ അറിയണമെന്നല്ലോ നിർബന്ധമുണ്ടോ? ഒന്നും അറിയണ്ട. എല്ലാം ഇവിടെ വന്നങ്ങ് പഠിച്ചു. ഒന്നും അറിയട്ടെ. മോശം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. കാരണം ട്രെയിലർ ഓടിക്കാറുണ്ട്. നീ ഒന്നും അറിയത്തില്ല. ഒന്നും അറിയണ്ടെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ട്രെയിലർ ഓടിച്ചാൽ അറിയണം. അവർ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയണം. അല്ലാതെ നമ്മൾ അതിന് കാര്യമുണ്ടോ? ഗൂഗിൾ മാപ്പും ഗൂഗിൾ ലെൻസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഈസിയാണ്. എവരിത്തിങ് ഈസിയാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വരുന്നവര് മാക്സിമം നമ്മൾ ട്രെയിലർ ഓടിക്കാൻ പഠിക്കണം. ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ എല്ലാരും പറയും ഇങ്ങനെ പെട്ടെന്ന് കയറി പോരാ, ഇവിടെ എല്ലാം നടക്കും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് നമ്മളങ്ങനെ വന്നിട്ട് കാര്യമില്ല. കുറച്ച് ട്രെയിലറും കാര്യങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മൾ വരുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം വരുന്നത്. എല്ലാരും പറയും പെട്ടെന്ന് പോരെ, ഇവിടെ എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും വരാൻ നിൽക്കരുത്. മാക്സിമം നമ്മൾ ട്രെയിലറൊക്കെ ഓടിക്കാൻ അറിയണം. അവർക്ക് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ വന്നിട്ട് പ്രയോജനമുള്ളൂ. അല്ല ഇവിടെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വന്ന് ഓടിക്കാൻ പഠിക്കണം. പിന്നെ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയണം. അവർ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പാസ്സാകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എംബസിയുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാസ്സായാൽ മാത്രമേ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാരും പറയും നമുക്ക് ഈസിയാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്, ഇങ്ങോട്ട് പോരെ, എല്ലാം കിട്ടും, എല്ലാം റെഡിയാക്കി തരാം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനൊന്നും പോയി വെട്ടി വീഴരുത്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നോക്കിക്കൊണ്ട് എല്ലാം ക്ലിയർ ആക്കി വരിക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. മെയിനായിട്ട് തന്നെ ട്രെയിലർ പഠിക്കുക. ട്രെയിലർ ഓടിക്കാൻ അറിയാവുന്നവർ വന്നിട്ടേ പ്രയോജനമുള്ളൂ. ട്രെയിലർ ഓടിക്കാൻ പഠിക്കുക, അതാണ് ഇവിടെ പറയാനുള്ളത്. നമ്മൾ ട്രക്ക് ചെയ്തതാണ്. നമ്മൾ അവിടുത്തെ പോലൊന്നും സുഖമൊന്നും കിട്ടത്തതുമില്ല. നമ്മൾ അധ്വാനിച്ചാലേ കാശുള്ളൂ. അതുകൊണ്ട് ഡേ നൈറ്റ് ഓടിക്കേണ്ടി വരും. ഉറക്കമില്ലാതൊക്കെ ഓടിക്കേണ്ടി വരും. റെസ്റ്റ് കാണത്തില്ല. ഇപ്പൊ ഡബിൾ ഡ്രൈവറൊക്കെ പോവാണെങ്കിൽ നമുക്ക് റെസ്റ്റേ ഇല്ല. സിംഗിൾ ഡ്രൈവർ പോകണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ഉണ്ട്. പക്ഷെ ഡബിൾ ഡ്രൈവർ പോകുമ്പോൾ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കുറച്ച് നാളുകൊണ്ട് റെഡിയാവും. ഒരു 6 മാസമൊക്കെ ഓടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലിയർ ആയി കിട്ടും. അല്ലേ? ഇത് ഒരു ഇമ്പ്രൂവ്മെന്റ് ആവും. ഒരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഹാപ്പി ആവും. പിന്നെ ഒരു ആ ജോലിയോട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും.
അതൊക്കെയാണ്. വർക്ക് ടഫ് ആണെങ്കിലും സാലറി കിട്ടുമ്പോഴത്തേക്ക് ഒരു സമാധാനം കിട്ടും. സാലറി എല്ലാ മാസവും സാലറി കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ അതിനൊരു സമാധാനം കിട്ടും. അതാണ്. ഓക്കെ, പിന്നെ കാണാം. പിന്നെ പേര് കാണാം കേട്ടോ. ബൈ.